ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ PK സുഭാഷ് ചന്ദ്രൻ, ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ഡോക്ടർ സണ്ണി ജോസഫ്, നമ്മുടെ MLA മാരായ T സിദ്ദീഖ്, CM വിൻസെൻ്റ്, പ്രിയപ്പെട്ട KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ AP അനിൽകുമാർ, അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി അജിത് കുമാർ, മുൻ ഭാരവാഹികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, PSC എംപ്ലോയീസ് അസോസിയേഷൻ അതിൻ്റെ 36ാമത് സംസ്ഥാന സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. വലിയ പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു പ്രസ്ഥാനമാണ്. 3.5 പതിറ്റാണ്ട് കാലം ഈ പ്രസ്ഥാനം പിന്നിടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായിരുന്ന, എക്കാലത്തെയും ഒരേ ഒരു ലീഡറായ ശ്രീ K കരുണാകരൻ്റെ അനുഗ്രഹാശിസുകളോടുകൂടി ആരംഭിച്ചൊരു വലിയ പ്രസ്ഥാനമാണ് PSC എംപ്ലോയീസ് അസോസിയേഷൻ. ആ UDFൻ്റെ കാലത്ത് ഒരുപാട് നേട്ടങ്ങൾ PSCക്ക് പ്രത്യേകമായ പരിഗണനകൾ നൽകുകയും പ്രത്യേകമായ പദവിയിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷനെ ഉയർത്തുകയും രാജ്യത്തിന് അഭിമാനകരമായ തലത്തിലേക്ക് PSCയെ കൊണ്ടുവരികയും ചെയ്തു. ഇന്നിപ്പോൾ ഗവൺമെൻറ് എപ്പോഴും പറയുന്ന ഒരു വാദം, ഇപ്പോഴത്തെ സർക്കാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റുകൾ നടത്തിയിട്ടുള്ളത് PSC ആണ്, കേരളത്തിലെ PSC ആണെന്നാണ്. എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട കാരണം പല സംസ്ഥാനങ്ങളിലും PSC വഴിയല്ല റിക്രൂട്ട്മെൻറ്റ്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പോലീസിലേക്കും അർദ്ധസൈനിക വിഭാഗങ്ങളിലേക്കും സ്റ്റേറ്റിലെ പല സെക്ടറിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് വേറെ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ വഴിയാണ്. പല സ്ഥാപനങ്ങളിലേക്കും കോർപ്പറേഷനുകളിലൊക്കെ ഡയറക്റ്റാണ്. മാറി മാറി വന്ന UDF സർക്കാരുകളാണ് PSCയുടെ അധികാരത്തെ വിപുലമാക്കിയത്. ഒരുപാട് അധികാരങ്ങളുള്ള ഒരുപാട് സ്ഥാപനങ്ങളെ PSCയുടെ പരിധിയിലേക്ക്, ഇപ്പോൾ അല്ലേ, കോപ്പറേറ്റീവ് സെക്ടർ ഉൾപ്പെടെ, യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഉള്ള ഒരുപാട് മേഖലകളെ ഈ PSCയുടെ പരിധിയിലേക്ക് വിട്ടത് UDF ആണ്. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഇപ്പോൾ ഇവരെടുക്കുക. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പല സംസ്ഥാനത്തും PSCയുടെ റേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് കണക്കാക്കുമ്പോൾ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത്. അല്ലാതെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതകൾ കൊണ്ടല്ല. ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇവർ പിൻവാതിൽ നിയമനത്തിനാണ് ഇവരുടെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എങ്ങനെ PSC അപ്പോയിൻമെൻറ്റ് നടത്താതിരിക്കാൻ പറ്റും എന്നാണ് ഇവർ ആലോചിക്കുന്നത്. കാരണം PSC അപ്പോയിൻമെൻറ്റ് റെഗുലറായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് നടത്തിയാൽ ഇവരുടെ ബാക്ക് ഡോർ അപ്പോയിൻമെൻറ്റൊക്കെ പിരിച്ചുവിടേണ്ടി വരും. അപ്പോൾ പിൻവാതിൽ നിയമനം പാർട്ടിക്കാർക്ക്, പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്ക്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അടുത്തൊരു സ്ഥാപനത്തിലേക്ക് ഇവർ നടത്തിയ അപ്പോയിൻമെൻറ്റ് പിൻവാതിൽ നിയമനത്തിലെ ലിസ്റ്റ് കണ്ടിട്ട് എൻ്റെ തലയുറ്റിപ്പോയി. ബന്ധുക്കളെ മാത്രമല്ല, ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞാൽ പിന്നെ അത് വലിയ വിവാദമാണ് കേരളത്തിൽ. അങ്ങനെയുള്ള ആളുകളെ തന്നെ ഇവർ വെച്ചിരിക്കുകയാണ്. ഇവരുടെ അന്വേഷണം നീണ്ടുപോയി കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് നമ്മൾ വന്നു. അപ്പോൾ അതേപോലെയുള്ള ആളുകളെ വെച്ചിരിക്കുക. ഇവരുടെ എല്ലാ സ്ഥലത്തും പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ അവസാന സമയത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PSCയിലെ സ്ഥിതി എന്താ? PSCയിലേക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തെങ്കിലും ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? PSCയിൽ ഒരു പോസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്രമാത്രം ജോലിഭാരം വർദ്ധിച്ചിട്ടുണ്ട്, എത്രമാത്രം പ്രഷറാണ് ജോലിക്കുള്ളത്, അല്ലേ? എന്നോട് ഒരാൾ പറഞ്ഞത് റിട്ടയർ ചെയ്യുന്ന അന്ന് പോലും രാത്രി 8 മണി വരെ എടുത്ത് ജോലി ചെയ്യിപ്പിച്ചെന്നാണ്. റിട്ടയർ ചെയ്യുന്ന അന്ന് പോലും ഒരു ദയയുമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഈ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല, ഒരു തരത്തിലും ചെയ്യുന്നില്ല, ഒരു തരത്തിലും സഹായിക്കുന്നില്ല. മാത്രമല്ല, ഒരുപാട് സാധ്യതകൾ ഈ 10 വർഷം കൊണ്ട് PSCക്ക് ഒരുപാട് സാധ്യതകളിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഇപ്പോൾ UPSC പരീക്ഷ നടത്തിപ്പിൻ്റെ നോഡൽ ഏജൻസിയായി നമ്മുടെ അസോസിയേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. നോഡൽ ഏജൻസിയായി PSCയെ വച്ചാൽ കുറേ കൂടി ഒരു വലിയ ലെവലിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷനെ നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമായിരുന്നു. അതിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഈ ആദിവാസി മേഖലകളിൽ നിന്ന്, പട്ടികജാതി വർഗത്തിൽ നിന്ന്
അധികം ആളുകൾ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് PSCയുടെ സഹായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രപ്പോസലും നമ്മുടെ അസോസിയേഷൻ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും ഗവൺമെൻറ് ഗൗരവതരമായി കണക്കാക്കുന്നില്ല. PSC മെമ്പർമാരുടെ എണ്ണം ജോലിഭാരത്തിന് അനുസരിച്ച് നിജപ്പെടുത്തുക. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് PSC ചെയർമാൻ്റെ പെരുമാറ്റം എന്നുള്ള ആക്ഷേപം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ധിക്കാരപരമായ ഇടപെടലുകളാണ് നടത്തുന്നത്. ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുക. ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല, സെക്രട്ടറിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. സെക്രട്ടറിക്ക് ഉള്ള അധികാരങ്ങളെ കവർന്നെടുക്കാനാണ് ഇപ്പോൾ ചെയർമാൻ നോക്കുന്നത്. വാർഷിക റിപ്പോർട്ട് കൊടുക്കാൻ രാജ്ഭവനിൽ പോകുമ്പോൾ ചെയർമാൻ പോകേണ്ടത് സെക്രട്ടറിയോടൊപ്പമാണ്. മനഃപൂർവ്വമായി ആ സെക്രട്ടറിയെ കൊണ്ടുപോകുന്നില്ല. ഇതൊരു ധിക്കാരമാണ്. ട്രാൻസ്ഫറുകളുടെ കാര്യത്തിൽ സെക്രട്ടറിയാണ് ഫൈനൽ അതോറിറ്റി, ഇല്ലേ? അവസാനത്തെ സെക്രട്ടറിയുടേതാണ്. അതിൽ നിന്ന് സെക്രട്ടറിയിൽ നിന്ന് അത് പിടിച്ചു പറിച്ച് ചെയർമാൻ, എനിക്കറിയാം, എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാം, നല്ല ധൈര്യമുള്ള ആളാണ്. എന്നും കൊണ്ട് വിരളുന്ന ആളൊന്നുമല്ല, എന്നും കണ്ട് പേടിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ നന്നായി അറിയാവുന്ന ആളാണ്. ഒരാൾക്കും പേടിപ്പിക്കാൻ പറ്റില്ല, ഒരാൾക്ക്. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർന്നു വന്ന ഒരാളാണ് PSC സെക്രട്ടറി. ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് പോരാട്ടം നടത്തി വന്ന ഒരാളാണ്. ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഒരാൾക്ക് ഒരു PSC ചെയർമാൻ. അതുമ്പോൾ കൂടുതൽ തൊടുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കൂടെ, ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തെ വീണ്ടും നോവിക്കാനും പ്രയാസപ്പെടുത്താനും സമ്മർദ്ദം ചെലുത്താനും നോക്കിയാൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഞാൻ KPCC പ്രസിഡന്റിനെ കൂടി സാക്ഷ്യപ്പെടുത്തി പറയാം, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. അതിൻ്റെ മുന്നിലൊന്നും നിങ്ങൾ കീഴടങ്ങണ്ട. ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഈ PSC മെമ്പർമാർക്ക് മുഴുവൻ ശമ്പളം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തേക്കുക. 4.5 ലക്ഷം രൂപ സാലറി. എത്ര ഇൻ്റർവ്യൂ ഉണ്ട് ഒരു മാസം? 5 എണ്ണം അല്ലേ? എല്ലാം കൂടി ഒരു 8-9 പ്രാവശ്യം ഇരിക്കണം. അതിനാണ് 4.5 ലക്ഷം രൂപ. നിങ്ങൾ വിചാരിക്കും ഈ മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും MLA മാർക്കൊക്കെ ഭയങ്കര സാലറി എന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ 70,000 രൂപയാണ് കിട്ടുന്നത്. എല്ലാം അവിടുത്തെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യൽ, TA എല്ലാം അടക്കം. വേറെ പൈസ ഉണ്ടാക്കണം നടന്നു പോകണമെങ്കിൽ. വീട്ടിലെ ചിലവ് വേറെ ആരെങ്കിലും നോക്കണം. അതാണ് MLA മാരുടെ സ്ഥിതി. മന്ത്രിമാരുടെയും വ്യത്യസ്തമൊന്നുമല്ല. ഒരു 10-20,000 രൂപ കൂടി കൂടുതൽ കിട്ടുമെന്നുള്ളൂ. ഇത് 4.5 ലക്ഷം രൂപയാണ്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് 2.25 ലക്ഷം രൂപ. 2.25-2.5 വരും എല്ലാം. PSC മെമ്പർക്ക് 4.5. പെൻഷന് 2.5 ലക്ഷം രൂപ പെൻഷൻ കൊടുക്കുന്നത്. ഇത് മേടിച്ചെടുക്കാനുള്ള മിടുക്ക് PSC ചെയർമാനും അംഗങ്ങളും കാണിച്ചല്ലോ. ഒരു 10 പോസ്റ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി PSCയിൽ ചെയ്യാൻ വേണ്ടി ഇത്രയും പണിയെടുത്തിരുന്നെങ്കിൽ അത് കിട്ടിയനല്ലോ. ഇത് മേടിച്ചെടുത്തല്ലോ. ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല, ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇതിൻ്റെ ശമ്പളത്തിനെ കുറിച്ച്. അത് പിന്നീട് നമുക്ക് ജനുവരി പ്രഖ്യാപിക്കാം, PSCയുടെ ശമ്പളം, ഇല്ലേ? ഇപ്പം സംസ്ഥാനത്തെ ജീവനക്കാരുൾപ്പെടെ DA കുടിശ്ശിക, അല്ലേ? ഈ ജീവനക്കാരോടും അധ്യാപകരോടും പെൻഷൻകാരോടും ഇത്ര ക്രൂരമായി പെരുമാറിയിട്ടുള്ള ഒരു സർക്കാർ വേറെയില്ല. DA കുടിശ്ശികയാണ്. ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി സർക്കാർ കൊടുക്കാനുണ്ട്. ഇപ്പം പേ കമ്മീഷൻ രൂപീകരിച്ച് പേ കമ്മീഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻസ് കൊടുത്ത് ആ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സമയമാണ്, അല്ലേ? പേ കമ്മീഷൻ രൂപീകരിച്ചിട്ട് പോലുമില്ല. ഗവൺമെൻറ് രൂപീകരിച്ചിട്ട് പോലുമില്ല. ഒരു തരത്തിൽ ചെയ്തിട്ടില്ല. ഏതെല്ലാം തരത്തിൽ മെഡിസപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്ന് അത് ഏത് നിലയിൽ പൊളിഞ്ഞു പോയി. ഇപ്പം ലീവ് സറണ്ടർ ഉണ്ടായിരുന്നു ജീവനക്കാരൻ. അത് 2027 കൊടുക്കാമെന്നാണ് പറയുന്നത്. 2027 ഇവർ കൊടുക്കണ്ട, അത് UDF ഗവൺമെൻറ് കൊടുത്തോളൂ. ഇത് ഈ സർക്കാർ വിലാസ സംഘടനകൾക്കൊന്നും ഇപ്പോൾ ഒരു അനക്കവും ഇല്ല, മിണ്ടാട്ടവും ഇല്ല. എല്ലാവരും ഡോക്യുമെൻ്ററിയാണ്. കാരണഭൂതനെ പറ്റി ഡോക്യുമെൻ്ററി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൈകൊട്ടിക്കളി. ഇതാണ് സർക്കാർ വിലാസ സംഘടനകളുടെ പണി. ഒരു സമരമില്ല, ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക സ്തുതിഗീതങ്ങളാണ്. പഴയ രാജകൊട്ടാരങ്ങളിലെ വിദൂഷകന്മാരുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രാജാവിനെ ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് രാജാവ് സുന്ദരനാണ്, ഭയങ്കര അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത രാജാവ് ഉദാരശീലനാണ് എന്നൊക്കെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കലാണ് വിദൂഷകന്മാരുടെ ജോലി. അവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. ആ വിദൂഷകന്മാരുടെ റോളിലാണ് സർക്കാർ വിലാസ സംഘടനകൾ.
ആർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലയിലാണ് അവർ ചെയ്യുന്നത്. എല്ലാ സർക്കാർ വിലാസ സംഘടനകളും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്. ഞാൻ ഐക്യജനാധിപത്യ മുന്നണി 2026 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷനെ എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാക്കി ഉയർത്തും. ഇതിനു മുമ്പ് ശ്രീ കെ കരുണാകരനും എ കെ ആൻ്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും എല്ലാം ചെയ്തതുപോലെ PSCക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിൻ്റെ അഭിമാനകരമായ സ്ഥാപനമാക്കി നമ്മൾ മാറ്റും. പിന്നെ 2011 വെച്ചപ്പോഴുള്ള PSC ചെയർമാനെ വെച്ചപ്പോഴുള്ള അബദ്ധമൊന്നും ഇനി ആവർത്തിക്കില്ല. അതൊക്കെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായമൊക്കെ തേടും, അതൊക്കെ ശ്രദ്ധിക്കും UDF. പക്ഷേ നിങ്ങൾ ഒറ്റ കാര്യം പ്രത്യേകം ചെയ്യണം. ഞാൻ ഈ സർക്കാർ വിലാസ സംഘടനകളെക്കുറിച്ചൊക്കെ മോശമായിട്ടൂടെ പറയാം. നേതാക്കന്മാരെ പറ്റിയാണ്. അവരുടെ പ്രവർത്തകരെ കണ്ടാൽ നിങ്ങൾ പരിഭവം കാണിക്കും, സ്നേഹമായിട്ടൊക്കെ നിന്നേക്കണം. കാര്യം എന്താ തരിക, അവർ നമുക്കാ വോട്ട് ചെയ്യാൻ പോണത്. നേതാക്കന്മാരെ വിചാരിക്കുള്ളൂ. പ്രവർത്തകരൊക്കെ CPM അനുഭാവികളും മറ്റിടത് സംഘടന അനുഭാവികളായിട്ടുള്ള ആളുകളൊക്കെ ഇപ്രാവശ്യം നമുക്കാ വോട്ട് ചെയ്യാൻ പോണത്. അവർക്കറിയാൻ പാടില്ല. അവർ വോട്ട് ചെയ്തത് മൂന്നാമതും ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോണ സ്ഥിതി അറിയില്ലേ? ഞാൻ ഇവരൊക്കെ പറഞ്ഞു പിണറായി 3 പറയും. ഇവർ ഭയങ്കര പ്രചരണമാണ്. ഞാൻ ഭയങ്കര സന്തോഷമാണ്. അവരങ്ങനെ പ്രചരണം നടത്തുമ്പോൾ ഒരു ഗുണമുണ്ട്. അപ്പോൾ ആളുകൾ തലേ കൈവയ്ക്കും, എൻ്റെ ദൈവമേ മൂന്നാമത് ഇവർ വരുവാന്ന്. അപ്പോൾ അവരാ പ്രചരണം നടത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 77 ഭയങ്കര ഇലക്ഷനാണ്. 77 അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കേരളത്തിലെ CPMൻ്റെ മുദ്രാവാക്യമാണ്. കൊച്ചിലെ എനിക്ക് ഓർമ്മയുണ്ട്. 57 EMS, 67 EMS, 77 EMS. ഇതാണ് കേരളം മുഴുവൻ മുദ്രാവാക്യം. 57 EMS വന്നു, 67 വന്നു, 77 EMS. ഈ പിണറായി 3 വരണമാകുക. 77 എന്താ സംഭവിച്ചതെന്നറിയാം? കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ സീറ്റ് 140-ൽ 111 സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നു. EMSൻ്റെ ഭൂരിപക്ഷം കോട്ടയാണ്, ആലത്തൂർ. 2000 വോട്ട് തികഞ്ഞില്ല, അതിൻ്റെ താഴെ നിന്നു. VS വിജയരാഘവൻ അന്ന് ചെറുപ്പക്കാരനാണ്, നമ്മുടെ പഴയ MP ഒക്കെ DCC പ്രസിഡൻ്റായി. അദ്ദേഹത്തിന് വിരട്ടിക്കളഞ്ഞു EMSനെ. അപ്പോൾ EMS മുഖ്യമന്ത്രിയാവുന്നവർക്ക് സഹാക്കന്മാർ വലിയൊരു മാല തയ്യാറാക്കി വെച്ചു. അപ്പോൾ EMSനെ ഇടിക്കാൻ ചെന്നപ്പോൾ EMS പറഞ്ഞു, ഞാൻ ടെക്നിക്കലായിട്ട് ജയിച്ചിട്ടുള്ള, ശരിക്കും ജയിച്ചത് വിജയരാഘവനാണ്, വിജയരാഘവന് കൊണ്ട് മാല ഇടിക്കാൻ പറഞ്ഞു. പിണറായി വിജയന് ധർമ്മടദാസ് വരും. ഈ പിണറായി 3-ൽ പിണറായി 3 പറയുമ്പോൾ നിങ്ങൾ അയ്യോ എന്ന ആളുകൾ പറയണം, ശ്രദ്ധിച്ചോളാം. 57 EMS, 67 EMS, 77 EMS എന്ന് പറഞ്ഞത് തന്നെ ഈ പിണറായി 3-ന് പറ്റും. കാരണം ഒരു ചാൻസ് കിട്ടാൻ കാത്തിരിക്കുക. ആര്? ജനങ്ങൾ മുഴുവൻ ഇല്ലേ? ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇറക്കി വിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 2026 ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് വേണ്ടി നിങ്ങളെല്ലാം ആത്മാർത്ഥമായി സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് PSC എംപ്ലോയീസ് അസോസിയേഷൻ്റെ 36ാമത് സംസ്ഥാന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.